നമസ്കാരം. ഞാൻ ഡോക്ടർ സൂസൻ ജോസഫ്, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്. മസിൽ സ്ട്രെങ്തനിങ് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ പലരും നെഗ്ലക്റ്റ് ചെയ്യുന്നതാണ് പെൽവിക് ഫ്ലോർ മസിലിൻ്റെ എക്സസൈസ്, അതായത് കിഗൽസ് എക്സസൈസ്. എന്താണ് ഈ എക്സസൈസ്? ഇത് എങ്ങനെയാണ് റൂട്ടീനായിട്ട് ചെയ്യേണ്ടത്? ചെയ്യുന്നത് ശരിയാണോ? ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് തുടങ്ങി പല കാര്യങ്ങൾ ഇന്ന് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം, പെൽവിക് ഫ്ലോർ എന്ന് പറയുന്നത് യൂട്രസ്, ബ്ലാഡർ, അതുപോലെ കുടൽ, ഇതിനെയെല്ലാം താങ്ങി നിർത്തുന്നത് ഈ പെൽവിക് ഫ്ലോർ മസിൽസാണ്. ഇതൊരു സ്ലിങ് പോലെ, ഒരു ഹാമക്ക് പോലെയാണ് ഇതിൻ്റെ ആ ഷേപ്പ്. അപ്പോൾ ഈ മസിൽസ് വീക്കായാൽ പല പ്രോബ്ലങ്ങളും ഉണ്ടാവാം. അപ്പോൾ ഈ ഫിറ്റ്നസ്, പെൽവിക് ഫ്ലോർ മസിൽ ഫിറ്റ് ആൻഡ് സ്ട്രെങ്ത് ആകുമ്പോഴത്തേക്കിന് സാധാരണ നമുക്കിതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ്, ഈ യൂറിനറി ഇൻകോണ്ടിനൻസ്, അതായത് ചുമയ്ക്കുമ്പോഴൊക്കെ യൂറിൻ പോകുന്ന അവസ്ഥ, അത് വളരെ കോമൺ ആണ്. ഒരു 30% സ്ത്രീകളിൽ ഇന്ന് അത് കാണുന്നുണ്ട്. അപ്പോൾ ഈ അവസ്ഥ നമുക്കൊരു നല്ല പരിധിവരെ കുറയ്ക്കാൻ പറ്റും. അതുപോലെ ഈ പെൽവിക് ഓർഗൻ പ്രൊലാപ്സ്, താഴേക്കൊരു തള്ളൽ, യൂട്രസിന് ബ്ലാഡറിനൊക്കെയുള്ള തള്ളൽ, അതിനെ കുറയ്ക്കാൻ പറ്റും. ഗ്യാസൊക്കെ നമുക്ക് കൺട്രോൾ ഇല്ലാതെ തന്നെ പോകുന്ന അവസ്ഥ, ഇങ്ങനെയൊക്കെ ഉണ്ടാവാതിരിക്കാൻ, അതുപോലെ സെക്ഷുവൽ ഫങ്ഷൻ അത് ഇമ്പ്രൂവ്ഡ് ആക്കാനായിട്ട്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഏത് എക്സസൈസിനും അറിയാം നമുക്ക് ബ്ലഡ് ഫ്ലോ കൂട്ടും, ലൂബ്രിക്കേഷനൊക്കെ കൂടാനും ഒക്കെ നല്ലതാണ് ഈ കീജൽസ് എക്സസൈസ്. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. യൂറിൻ പാസ് ചെയ്യുമ്പോഴത്തേക്കിന് നമ്മൾ പെട്ടെന്ന് പിടിച്ചു നിർത്തണമെങ്കിൽ എങ്ങനെ ഹോൾഡ് ചെയ്യും, അതേ ഒരു മൂവ്മെൻറ്റാണ് നമ്മൾ ഈ എക്സസൈസ് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ഈ പെൽവിക് ഫ്ലോർ മസിൽ തന്നെയാണോ ടൈറ്റൻ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. പക്ഷേ സാധാരണ എക്സസൈസ് ചെയ്യേണ്ടത് ഒരിക്കലും യൂറിൻ പാസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴല്ല. അങ്ങനെ ഇടയ്ക്ക് പിടിച്ചു നിർത്തുന്നത് സ്ഥിരമാക്കിയാൽ അത് ഈ യൂറിൻ കംപ്ലീറ്റായിട്ട് പാസ് ചെയ്യാതിരുന്നാൽ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാം, അങ്ങനത്തെ പ്രോബ്ലംസൊക്കെ ഉണ്ടാകാം. അപ്പോൾ ഇത് കൃത്യമായിട്ട് ആ മസിലാണോ ടൈറ്റ് ആകുന്നതെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്കിങ്ങനെ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നിങ്ങൾ യൂറിൻ പാസ് ചെയ്യുകയാണ്, പെട്ടെന്ന് നിങ്ങൾക്ക് പിടിച്ചു നിർത്തണമെങ്കിൽ നിങ്ങളെങ്ങനെ പിടിച്ചു നിർത്തും? ആ ഒരു എക്സസൈസ് ചെയ്താൽ നമുക്ക് തന്നെ ഫീൽ ചെയ്ത് നോക്കാം. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു വജൈനയിലേക്ക് ഒരു ഫിംഗർ നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ മൂവ്മെൻറ്റ് ഇങ്ങനെ പിടിച്ചു നിർത്തുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആ വജൈനൽ ആ മസിൽസ് ഈ ഫിംഗറിന് ചുറ്റും ടൈറ്റ് ആവുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ശരിയായിട്ടുള്ള മസിൽസാണ് നിങ്ങൾ ടൈറ്റ് ആക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് താഴെ കൂടെ ഗ്യാസ് പോകണം, അല്ലെങ്കിൽ മോഷൻ പോകണമെന്നുള്ള ആ ഒരു ഫീലിങ്ങിനെ നിങ്ങൾ എങ്ങനെ ഓവർകം ചെയ്യാൻ നിങ്ങൾ ഇറുക്കി പിടിക്കും താഴത്തെ മസിൽസ്. ആ ഒരു മൂവ്മെൻറ്റാണ് ഈ പെൽവിക് ഫ്ലോർ മസിൽസിന് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ശരിയായിട്ടുള്ള മസിൽസ് ആവണം. ചിലരത് കൺട്രാക്ട് ചെയ്യുമ്പോൾ ടൈറ്റ് ആക്കുമ്പോൾ ചിലപ്പോൾ വയറിൻ്റെ മസിൽ, അതുപോലെ തൈയുടെ, കാലിൻ്റെ മസിൽസ്, ബട്ടക്സിൻ്റെ മസിൽസ് ഒക്കെ ടൈറ്റ് ആക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്നത് ശരിയായ ടെക്നിക്കല്ല. പെൽവിക് ഫ്ലോർ മസിൽ മാത്രം ടൈറ്റ് ആക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഈ മറ്റുള്ള മസിൽസ് നമ്മൾ അറിയാതെ ടൈറ്റ് ആക്കുന്നുണ്ടോ എന്നറിയാൻ നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ഒരു കൈ നമ്മളുടെ ആ തുടയുടെ ഉൾഭാഗത്ത് വെച്ച് നോക്കാം, ഒരു കൈ അല്ലെങ്കിൽ ബട്ടക്സിൻ്റെ താഴെ വെച്ച് നോക്കാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ എക്സസൈസ് നമ്മൾ അകത്തേക്ക് ഇറുക്കി പിടിക്കുക. ആ ഇറുക്കി പിടിക്കുന്ന ഉള്ളിലേക്ക് അകത്തേക്ക് വലിച്ച് പിടിക്കുന്ന സമയത്ത് ഈ നമ്മൾ കൈ വെച്ചിരിക്കുന്ന ഭാഗത്തൊന്നും നമുക്ക് ആ കൺട്രാക്ഷൻ ഫീൽ ചെയ്യുന്നില്ല. അതായത് തുടയുടെ മസിലിനോ ബട്ടക്സിൻ്റെ മസിലിനോ ഒന്നും അനക്കം ഉണ്ടാവുന്നില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്നത് ശരിയാണ്. ശരിയായിട്ടുള്ള മസിലാണോ നിങ്ങൾ ടൈറ്റ് ചെയ്യുന്നതെന്നുള്ളത് ഡോക്ടർ നോക്കിയിട്ട് നിങ്ങളോട് ഈ സെയിം പ്രൊസീജിയർ ചെയ്യാൻ പറഞ്ഞിട്ട് ഡോക്ടർക്ക് ഒരു ഫിംഗർ വജൈനയിൽ വെച്ച് കഴിയുമ്പോൾ ഡോക്ടർക്ക് മനസ്സിലാവും നിങ്ങൾ ചെയ്യുന്നത് ശരിയായിട്ടാണോ എന്ന്. അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായം തേടാം. ഈ പെൽവിക് ഫ്ലോർ മസിൽ ട്രെയിനിങ്ങിൽ എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ഒരു തെറാപ്പിസ്റ്റിൻ്റെ സഹായവും നിങ്ങൾക്ക് തേടാൻ സാധിക്കും. പിന്നെ ചെയ്യേണ്ടത്, ഇത് ചെയ്യുന്ന സമയത്ത് ഉള്ള ഒരു ബ്രീത്തിങ് ടെക്നിക്ക് ശ്രദ്ധിക്കണം. സാധാരണ നമ്മൾ ഏത് പൊസിഷനിലും ഇത് ചെയ്യാം. കിടന്നുകൊണ്ട്, ആദ്യമൊക്കെ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ കിടന്നുകൊണ്ട് നോക്കാം, കാലും മടക്കി വെച്ച് കിടന്നുകൊണ്ട് നോക്കാം. അതല്ല എങ്കിൽ ഇരുന്നോ നടക്കുമ്പോഴോ നിൽക്കുമ്പോഴോ ഒക്കെ ചെയ്യുന്നതിന് ഒരു കുഴപ്പവുമില്ല. അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ നമ്മൾ പറയുക, നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ബ്രീത്തിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മസിൽസൊക്കെ റിലാക്സ്ഡ് ആകും. അത് കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് ശ്വാസം വലിച്ചെടുത്തേച്ച് നമ്മൾ പുറത്തേക്ക് ശ്വാസം ഒരു സ്ട്രോയിലൂടെ ഊതുന്നത് പോലെ ശ്വാസം പുറത്തേക്ക് വിടുക. അപ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്താണ് നമ്മൾ ഈ പെൽവിക് ഫ്ലോർ മസിൽ ഉള്ളിലേക്ക് നമ്മൾ പറഞ്ഞതുപോലെ ടൈറ്റൻ ചെയ്യേണ്ടത്. അപ്പോൾ പുറത്തേക്ക് ശ്വാസം വിടുന്ന സമയത്താണ് നമ്മൾ ഈ മസിൽ ടൈറ്റ് ചെയ്ത് ഉള്ളിലേക്ക് പിടിക്കേണ്ടത്. അപ്പോൾ സാധാരണ 3 to 6 സെക്കൻഡ്സ് ആണ് നമ്മളിങ്ങനെ മസിൽ ടൈറ്റൻ ചെയ്ത് പിടിക്കേണ്ടത്.
അതിനുശേഷം നമ്മൾ വീണ്ടും ശ്വാസം വലിച്ച് ഉള്ളിലേക്ക് എടുക്കുക. അന്നേരമാണ് ഈ മസിൽ റിലാക്സ്ഡ് ആവുന്നത്. റിലാക്സേഷൻ ഒരു 10 സെക്കൻഡെങ്കിലും റിലാക്സ് ചെയ്യണം. കുറച്ച് നമ്മൾ ട്രെയിൻഡായി കഴിയുമ്പോൾ ഈ 6 സെക്കൻഡ് എന്നുള്ളത് നമുക്കൊരു 10 സെക്കൻഡിലേക്ക് നമുക്കിങ്ങനെ ഉള്ളിലേക്ക് പിടിച്ചു വെക്കുന്ന ആ പ്രക്രിയ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 10 പ്രാവശ്യമെങ്കിലും ഒരു സെഷനിൽ ചെയ്താൽ ഒരു 2 to 3 സെഷൻ രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, സാധാരണ നമ്മൾ പേഷ്യൻസിനോട് അങ്ങനെയാണ് പറയുക. അവർക്ക് TV കാണുമ്പോഴോ അവർക്ക് എന്ത് ചെയ്യുമ്പോഴാണെങ്കിലും അവർക്ക് ഈ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്താൽ യൂഷ്വലി നമ്മൾ നേരത്തെ പറഞ്ഞ ഈ അഡ്വാൻറ്റേജസ് എല്ലാം അവർക്ക് ലഭിക്കുന്നതാണ്. പെട്ടെന്ന് നമ്മൾ എക്സസൈസ് ചെയ്താൽ പിറ്റേ ആഴ്ച അല്ലെങ്കിൽ 2 ദിവസത്തിനകം ഇതിൻ്റെ ഫലം പ്രതീക്ഷിക്കരുത്. ചിലർക്ക് അത് വീക്സ്, പല ആഴ്ചകളെടുക്കും. ചിലർക്ക് 2-3 മാസങ്ങളൊക്കെ കഴിയുമ്പോഴേ ഇതിൻ്റെ ആ വ്യത്യാസം മനസ്സിലാകുകയുള്ളൂ. ഒരു 50 to 75% ആളുകളിലും പ്രോപ്പറായിട്ട് നന്നായിട്ട് ഈ കെഗൽസ് എക്സസൈസ് ചെയ്താൽ ഈ യൂറിനറി ഇൻകോണ്ടിനൻസിൻ്റെ ഒക്കെ ആ പ്രോബ്ലം ഒരു നല്ല നിലയിൽ കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രോപ്പറായിട്ടുള്ള ഇഫക്റ്റ് കിട്ടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നെക്സ്റ്റ് മെത്തേഡിന് വേണ്ടി നിങ്ങളുടെ ഡോക്ടറെ സമീപിക്കാം. ചിലർക്ക് അടിവയർ വേദന, കാലിൻ്റെ മസിലിന് വേദന, ബട്ടക്സിൻ്റെ വേദന അതൊക്കെ ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ ടെക്നിക്ക് ചെയ്യുന്നത് ശരിയാവുന്നില്ല എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറുടെ സഹായം തേടുന്നത് തന്നെയാണ് നല്ലത്. നമ്മളിപ്പോൾ ഒരു കസേരയിൽ ഇരുന്നിട്ടാണ് ഈ കെഗൽസ് എക്സസൈസ് ചെയ്യുന്നതെങ്കിൽ നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുകളിലേക്ക് പോകാൻ പാടില്ല. നമ്മളങ്ങനെ മുകളിലേക്ക് പൊങ്ങിയാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ടൈറ്റൻ ചെയ്യുന്നത് നമ്മളുടെ ബട്ടക്സിൻ്റെയൊക്കെ മസിലാണ്. അപ്പോൾ അങ്ങനെയല്ല, ആ പെൽവിക് മസിൽ മാത്രമേ ടൈറ്റൻ ചെയ്യാവുള്ളൂ. അതിനുവേണ്ടിയുള്ള ടെക്നിക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ യൂറിനറി സ്ട്രീം പെട്ടെന്ന് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് ആ മസിൽ കൊണ്ടാണ് നമ്മൾ ചെയ്യുക. അതുപോലെ ഗ്യാസ് പുറത്തേക്ക് പോകുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിലും ഇങ്ങനെയുള്ള മസിൽസാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് ആ ടെക്നിക്കുകൾ നമ്മൾ പറയുന്നത്. പ്രോപ്പറായിട്ട് ചെയ്താൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ഗുണം തരുന്ന ഒരു എക്സസൈസാണ്. പ്രഗ്നൻസിയിലുമൊക്കെ നമ്മളിത് ചെയ്യാൻ പറയും. സാധാരണ പ്രഗ്നൻസി, ഡെലിവറി, അതുപോലെ ഏജ് അഡ്വാൻസ്ഡ് ആകുമ്പോൾ, എന്തെങ്കിലും ഒരു സർജറി, പെൽവിക് മസിൽസിന് ട്രോമ വരുമ്പോൾ, വെയിറ്റ് കൂടുമ്പോൾ, തുടർച്ചയായിട്ട് ഈ മലശോധന ഉണ്ടാവാതെ കോൺസ്റ്റിപ്പേഷൻ വന്നു കഴിയുമ്പോൾ, അങ്ങനെ തുടർച്ചയായിട്ടുള്ള ചുമ, അങ്ങനെയൊക്കെ പല കണ്ടീഷൻ ഈ പെൽവിക് മസിലിനെ വീക്കൻ ചെയ്യാൻ സാധ്യതയുണ്ട്. പ്രഗ്നൻസിയിലൊക്കെ നമ്മൾ ഈ കെഗൽസ് എക്സസൈസ് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇങ്ങനെ ഈ എക്സസൈസ് ചെയ്യുന്ന പ്രഗ്നൻസിക്കും വളരെ ഗുണകരമാണ്. അവർക്ക് പ്രത്യേകിച്ച് ഡെലിവറി കഴിയുമ്പോൾ ഈ യൂറിനറി ഇൻകോണ്ടിനൻസ്, ഇതുപോലെ യൂറിൻ പിടിച്ചു നിർത്താൻ പറ്റാത്തൊരവസ്ഥ കുറച്ച് കോമൺ ആയിട്ട് നോർമൽ ഡെലിവറി കഴിയുമ്പോൾ കാണാറുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലം കുറയാനൊക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെലിവറി ടൈമിലും ഈ പെൽവിക് മസിലിൻ്റെ ഈ സ്ട്രെങ്തനിങ്, ഈ എക്സസൈസ് അവർക്ക് അവരുടെ ഡെലിവറിക്ക് വേണ്ടി ആ പുഷിങ് സമയത്തും ഒക്കെ അവരെ അത് സഹായിക്കും. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഈ കെഗൽസ് എക്സസൈസ് തീർച്ചയായിട്ടും ചെയ്യുക. നിങ്ങളുടെ മറ്റുള്ള എല്ലാ മസിൽ നിങ്ങൾ ഫിറ്റ്നസ് ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പെൽവിക് ഫ്ലോർ മസിൽസ്. മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം.